നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സ്. ആ സെറ്റിങ്സ് നമ്മളൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ പറക്കും. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ പല ആളുകളും ഏതെങ്കിലും ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തെടുക്കാനുള്ള സമയം ഒരുപാടായിരിക്കും. ചില ആളുകൾക്ക് ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്ത് കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ ഒരു ആപ്പ് ക്ലിക്ക് ചെയ്യുമ്പം മറ്റേതെങ്കിലും ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അതിനുള്ള പ്രശ്നം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയുന്നത് എന്തുകൊണ്ടാണെന്നും ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സുകൾ മനസ്സിലാക്കി വെക്കണം, ചെയ്തു വെക്കണം. അപ്പോൾ ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോമിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് നിങ്ങളൊന്ന് ശരിയാക്കി കൊടുത്താൽ ഒരുവിധം പ്രശ്നം നിങ്ങളുടെ ഫോണിൽ പരിഹരിക്കാൻ സാധിക്കും. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് താഴെ ഭാഗത്ത് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ. ഈ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്ത് ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെ നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റ സ്റ്റോറേജും ഇവിടെ കിടക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ഡാറ്റ സ്റ്റോർ ഒരുപാടുണ്ടാകും. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ മൊത്തത്തിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിന് നല്ല സ്പീഡ് കിട്ടും. അവിടെ സ്റ്റോറായി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ റാമൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ റാം ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതങ്ങ് ക്ലിയർ ചെയ്ത് കളയണം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമതൊരു സെറ്റിങ്സ് കൂടി നമുക്ക് പരിശോധിക്കാം. അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. എല്ലാ ഫോണിലും ഉണ്ടാകും എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ. ഈ ഫോണിൽ ഏറ്റവും അവസാനത്തിൽ ഇവിടെ കാണാം എബൌട്ട് ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ എബൌട്ട് ഫോണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേർഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ വേർഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്ന് കാണും. ഈ ഏറ്റവും മുകളിൽ അത് 7 തവണ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. 7 തവണ പ്രസ് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു സെറ്റിങ്സ് ഓണായി വരും. ഓർക്കുക, MI മൊബൈൽ ഫോണിൽ കേർണൽ വേർഷൻ എന്നോ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്നോ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ MIUI നമ്പർ എന്ന് കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കിട്ടാത്ത ആളുകൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും നമ്മുടെ സെറ്റിങ്സ് ഭാഗത്ത്. അവിടെ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സെറ്റിങ്സ്. ഈ ഡെവലപ്പർ ഓപ്ഷൻ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ മുകളിൽ ഈ ഒരു ബട്ടൺ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഈ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ടാകും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ. ഈ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ 1.5 ഇൻറ്റു എന്നോ അല്ലെങ്കിൽ 1 ഇൻറ്റു എന്നോ എന്നിടത്താണെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻ ഓഫ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നുള്ളൊരു സെറ്റിങ്സ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ ഓഫ് എന്നുള്ളിടത്താണോ നോക്കുക, അല്ലെങ്കിൽ അനിമേഷൻ ഓഫ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ആനിമേഷൻ ഡ്യൂറേഷൻ എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻ ഓഫ് എന്നുള്ളിടത്താണോ വെച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഈ 3 സെറ്റിങ്സ് നിങ്ങൾ ആനിമേഷൻ ഓഫ് എന്നുള്ളിടത്താക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.